ഇന്നലെ ഞാൻ പ്രേമലു പോയി കണ്ടായിരുന്നു. പ്രേമലു നസ്ലൻ മമിത കോംബോയിൽ ഇറങ്ങിയ ഏറ്റവും ഹിറ്റാവാൻ പോകുന്ന ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫെബ്രുവരിയിലെ മൂവി. കഴിഞ്ഞ വർഷം നമുക്ക് ഈ മാസം ഫെബ്രുവരി ഒരു 3 ഇത്ര ടൈമിലാണ് നമുക്ക് രോമാഞ്ചം റിലീസായത്. അത് നമ്മൾ അനുഭവിച്ചാണ്. ആ കൊല്ലം മുഴുവൻ ചിരിച്ചിരിച്ച് പണ്ടാറടങ്ങിയതാണ്. ഇതൊരു രക്ഷയില്ലട്ടെ ഈ പടം. എൻ്റെ പൊന്നോ, എന്താ പറയുക, ലാസ്റ്റ് വരെ കോമഡിയാണ്. അത് ചെറിയ തമാശകളല്ല, കുട്ടികളുടെ കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി കളയേണ്ട സംഭവമല്ല. അത് കോമഡി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. എന്നാലും നസ്ലനെയും മമിത വരെ ട്രോളാണ് ചില സീൻസിലൊക്കെ. അതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ അവർ ഓർത്തുപോയി. അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല കോംബോ ഉള്ള ഫിലിമാണ്. എന്താ ടീനേജേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. 25 വയസ്സ് 18 വയസ്സുള്ള ആൾക്കാർ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ കയറിയത്. പക്ഷേ എന്താ പറയുക, ഏറ്റവും കൂടുതൽ അതിനകത്ത് കണ്ടത് ഫാമിലിയാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നവർ ഫാമിലി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്. ഒരു രക്ഷയില്ല, പ്രായമുള്ളവരും എല്ലാവരും. ആരും അവനെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മൂവിയാണ്. കണക്റ്റാവും, മിക്ക ആൾക്കാർക്കും ഈ മൂവി കണക്റ്റാവും. എന്ന് വെച്ചാൽ സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും ചെറിയ രീതിയിലേ ഉള്ളൂ, എന്നാലും അത് ഓവറായിട്ട് സെൻറ്റിയിലേക്ക് മാറ്റാണ്ട് വീണ്ടും കോമഡി ട്രാക്കിനെ പിടിച്ച് അത് ആ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഇടയിൽ പോലും കോമഡി കുത്തി കയറ്റിയിട്ട് നൈസായിട്ട് ആ ട്രാക്കിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് പറയാനുള്ളത് സൗണ്ട്. രക്ഷയില്ല കേട്ടോ മക്കളെ. സൗണ്ട് ചെയ്തേക്കണ ആളാണെങ്കിലും സറൗണ്ട് മിക്സ് ചെയ്തേക്കണം, അറ്റ്മോസ് മിക്സ് ചെയ്തേക്കണ ആളാണെങ്കിലും കൊള്ളാം. ഇവിടെ കിട്ടും ചില ബീറ്റൊക്കെ. അത് തിയേറ്ററിൻ്റെ പവർ കൊണ്ടൊന്നും അല്ല. എന്ന് വെച്ചാൽ ആ സെയിം തിയേറ്ററിൽ ഞാൻ പല സിനിമകൾ കണ്ടിട്ടുണ്ട്, അത്രക്കൊന്നും എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫിലിമിൽ ചില ബീറ്റുകൾ നമുക്ക്, പാട്ടിൻ്റെ ബീറ്റാണെങ്കിലും ചില സീൻസിലെ ബീറ്റൊക്കെ ശരിക്ക് നല്ല പഞ്ചിങ്ങാണ്. അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണുക. OTT വരാൻ വേണ്ടി വെയിറ്റേ ചെയ്യണ്ട. ഇത് ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ പടം അത്രയും നല്ലതായതുകൊണ്ട് കേട്ടോ. എന്നാൽ ഒരു 5% ഡ്രോബാക്കും ഉണ്ട്. അത് നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. ബാക്കിയുള്ള കോമഡിയിൽ ഇതൊക്കെ എല്ലാം തേഞ്ഞു വാഞ്ഞു. എൻ്റെ പൊന്നോ, ബാക്കി ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു 3-4-5 ആക്ടേഴ്സും ഉണ്ട്. പിന്നെ ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അവരൊക്കെ ശരിക്കും പിഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് ഈ പടത്തിൻ്റെ വിജയം ഇത്രയും വന്നത്. ഇനി ഇതേപോലത്തെ നല്ല നല്ല മൂവീസ് ഇവർ ഇറക്കട്ടെ. എന്തായാലും കൊള്ളാം. ഗിരീഷ് AD പുള്ളിക്കാരൻ്റെ സംഭവം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നേരത്തെ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ തണ്ണീർമത്തൻ പോലത്തേക്ക് ഒരു പടമായിരിക്കും. പക്ഷേ ഇത് അതുക്കും മേലെ. തണ്ണീർമത്തൻ ഒരു 35 ഉള്ളെങ്കിൽ ഇതൊരു 75% ലെവലിൽ നിൽക്കുന്ന ഒരു പടമാണ്. നസ്ലന് വെച്ച് നോക്കണമെങ്കിൽ നസ്ലന് ഇനിയും നല്ല കോമഡി ചെയ്യാനുള്ള, എനിക്ക് മിക്കവാറും നമ്മുടെയൊക്കെ ഒരു ദിലീപിൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ നസ്ലൻ ഈ ട്രാക്കിനെ പിടിക്കണമെങ്കിൽ പുള്ളിക്കാരന് നല്ല ഫ്യൂച്ചറാണ്. കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ അവൻ്റെ നാവ് അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, നൈസായിട്ട് ഈ പടം കോമഡിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സെക്കൻഡ് പാർട്ടൊക്കെ വരണമെന്ന് ആഗ്രഹിച്ച പല ആൾക്കാരുണ്ട്. സെക്കൻഡ് പാർട്ട് വരാനുള്ള തീമൊന്നും ഇല്ല, എന്നാലും ഇറക്കാം. ഇതേ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് കൊണ്ടുപോകാം. നമ്മൾ കാണാത്ത ആൾക്കാർ ഇനിയും ഈ പടം പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. എത്ര പെട്ടെന്ന് കാണുക, ഈ ഒരു വൈബിൽ തന്നെ കാണാൻ നോക്കുക. ഇതിപ്പോൾ എന്തായാലും സെക്കൻഡ് വീക്ക് ആയിട്ടുള്ളൂ. അടുത്ത വീക്ക് ഉറപ്പായിട്ടും ഈ പടം ഇവിടെ തന്നെ കാണും. അത് എൻ്റെ വാക്കാണ്. കാരണം ഞാൻ ഇന്നലത്തെ ആ ഒരു വൈബ് കൊച്ചിയിൽ അനുഭവിച്ചതാണ്. തിക്കും തിരക്കും ആ ഒരു റോട്ടിൽ ഒരു ഷോ കഴിഞ്ഞ് ആൾക്കാരെ ഇറങ്ങാൻ വിടാണ്ട് അടുത്തത് കുത്തിക്കയറുന്ന അവസ്ഥയുണ്ട്. അത് വരുന്നത് എപ്പോഴും ഒരു ഹിറ്റ് മൂവി വരുമ്പോൾ മാത്രമാണ്. ഇത് കണ്ടിപ്പാ ഹിറ്റ്. കാണാത്ത ആൾക്കാർ മസ്റ്റായിട്ടും പോയി കണ്ട.